إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أحسن الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇംറാനിലൂടെ നമ്മെ നിരന്തരം, അതല്ലെങ്കിൽ സൂറത്തു ആല ഇംറാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. സൂറത്തു നിസായിലേക്ക് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വീണ്ടും നമ്മെ കൽപ്പിക്കുകയാണ്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു സൂറത്തു തൗബയിലൂടെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ, ജനങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, സത്യസന്ധരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടണം. വീണ്ടും അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, നല്ല സംസാരം സംസാരിക്കുക എന്നിങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. ഞാനും നിങ്ങളും ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണം. അവന്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അതിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖിനെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നാം ആവശ്യപ്പെടണം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവർ അവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തഖ്വയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുക. ഈ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൂർത്തീകരിച്ച് തന്നിട്ടുള്ള ദീനാണ് ദീനുൽ ഇസ്ലാം. അല്ലാഹു പറയുന്നു, വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായിക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദീനിനെ നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജത്തുൽ വദാഇന്റെ സാഹചര്യത്തിൽ ആയത്തിറക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് തന്ന ഈ ദീനിന് പഞ്ച് സ്തംഭങ്ങളുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 5 സ്തംഭങ്ങളുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 സ്തംഭങ്ങളുടെ മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന സാക്ഷ്യ നിർവഹണം, അതുപോലെ തന്നെ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. ഇഖാമി സ്വലാത്തി വ ഈതാഇ സകാത്തി വ ഹജ്ജിൽ ബൈത്തി വ സൗമി റമദാൻ, ശേഷം അവിടുന്ന് പഠിപ്പിക്കുകയാണ് നിസ്കാരം നിലനിർത്തണം. രണ്ടാമത്തെ സ്തംഭമായി പഠിപ്പിച്ചു നിസ്കാരം നിലനിർത്തുക. ഈതാഉ സകാത്ത്, സകാത്ത് നിങ്ങൾ നൽകുക. അതുപോലെ തന്നെ അവിടുന്ന് പഠിപ്പിക്കുകയാണ് വ ഹജ്ജിൽ ബൈത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല
നിയമമാക്കിയ ഹജ്ജ് അത് നിർവഹിക്കണം. വസൗമി റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം. എന്നിങ്ങനെ 5 കാര്യങ്ങൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നാലും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ 5 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്താണ് ഒന്നാമത്തേത്. വതുഖീമ സ്വലാഹ്, നിസ്കാരം നിലനിർത്തണം. വതുഅ്തിയ സകാത്ത്, സകാത്ത് നൽകണം. വതസൂമ റമദാൻ, റമദാനിൽ നോമ്പനുഷ്ഠിക്കണം. വതഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്ക് സാധിക്കുകയാണെങ്കിൽ, സാമ്പത്തികമായും ആരോഗ്യപരമായും എല്ലാം കൊണ്ടും നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ ഹജ്ജ് ചെയ്യണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേലുള്ള, ജനങ്ങളുടെ മേലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ്. അല്ലാഹു പഠിപ്പിക്കുന്നത് പോലെ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതഅ ഇലൈഹി സബീല, ഇതാ ജനങ്ങൾക്കുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു ഹഖ്. എന്താണ്? ശേഷം അല്ലാഹു പറയുകയാണ്, ഹജ്ജുൽ ബൈതി മൻ ഇസ്തതഅ ഇലൈഹി സബീല, സാധിക്കുന്നവർ അവർ ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണത്. അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ് അലന്നാസ്. അറബി പഠിക്കുന്നവർക്കറിയാം, അലന്നാസ് എന്ന പ്രയോഗം അവിടെ നിർബന്ധമാണ് എന്നുള്ളതിനെ അറിയിക്കുകയാണ്. അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതഅ ഇലൈഹി സബീല, സാധിക്കുന്നവർ അവർക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇത്രമേൽ സ്ഥാനമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള ഈ ദീനിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ഹജ്ജ്, അതിന്റെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്. ഇഖ്ലാസോട് കൂടിയിട്ടുള്ള അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഹജ്ജ്, അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇത്രമേൽ ശ്രേഷ്ഠതയുള്ള ഈ ഒരു കർമ്മം സഹോദരങ്ങളെ, അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അതിലൂടെ ചില കാര്യങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ മഖാസിദുൽ ഹജ്ജ് എന്നുള്ള വിഷയത്തിൽ ധാരാളമായി സംസാരിക്കാറുണ്ട്. അഥവാ ഹജ്ജിന്റെ ലക്ഷ്യങ്ങൾ, ഹജ്ജ് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന്. അതിൽ സഹോദരങ്ങളെ ഒന്നാമതായി പരാമർശിക്കപ്പെടുന്ന ഒന്ന് തഹ്ഖീഖു തൗഹീദ് എന്നുള്ളതാണ്. തൗഹീദിന്റെ സാക്ഷാത്കാരം എന്നുള്ളതാണ്. തൗഹീദ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ ആയത്തുകളെ കുറിച്ച് പറയുമ്പോൾ, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്, ഇദാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് കഅബ പണിയാനുള്ള സ്ഥലം നാം സൗകര്യം ചെയ്തു കൊടുത്തു. ശേഷം പറയുകയാണ്, അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നിൽ പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. വതഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീൻ വറുക്അഇസ് സുജൂദ്, ഇദാ തവാഫ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അവിടെ നിസ്കരിക്കുന്നവർക്കും എല്ലാം വേണ്ടി ആ ബൈത്ത്, ആ കഅബ അത് പരിശുദ്ധമാക്കണം. ഇത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ പറയുന്നു, തഹിർ എന്നുദ്ദേശിക്കുന്നത് ഷിർക്കിൽ നിന്നും മറ്റു മ്ലേച്ഛതകളിൽ നിന്നുമെല്ലാം അതിനെ സംരക്ഷിക്കണം, അതിനെ വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൽപ്പിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഇതാ ധാരാളം അമലുകളുണ്ട് ഹജ്ജിന്റെ ഇടയിൽ. ഇഹ്റാമിൽ കയറിയത് മുതൽ തൽബിയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ശറഅക്കപ്പെടുകയാണ്. ആ തൽബിയത്തിൽ എന്താണ് പറയുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജ്ജിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസിൽ പഠിപ്പിക്കുന്നു, ثم أهل بالتوحيد, ശേഷം തൗഹീദ് കൊണ്ട് ഇഹ്ലാൽ ചെയ്യപ്പെടുകയാണ്. അഥവാ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിയിട്ടുണ്ട്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, റബ്ബേ നിനക്ക് പങ്കുകാരില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, ഇതാ സർവസ്തുതിയും നിനക്കുള്ളതാണ്, എല്ലാവിധ നിഅമത്തുകളും നീ നൽകുന്നതാണ്. ലക വൽ മുൽക്ക്, അതുപോലെ തന്നെ സകലതിന്റെയും ആധിപത്യം അത് നിന്റെ പക്കലാണ് റബ്ബേ എന്ന് പറയുകയാണ്. ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരില്ല എന്നിങ്ങനെ തൗഹീദ് ആവർത്തിക്കപ്പെടുകയാണ്. ഇതാ സഅയിന്റെ ഘടകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ പ്രാവർത്തികമാക്കപ്പെടുന്ന ദുആകളിൽപ്പെട്ട ഒന്നാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അവന് പങ്കുകാരില്ല. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സർവസ്തുതിയും അവനുള്ളതാണ്. ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ എല്ലാത്തിന്റെയും ആധിപത്യം അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പക്കലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ,
അവന് സകലവിധ കഴിവും ഉണ്ട്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നിങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. അറഫ ദിനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഇതാ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ എന്നുള്ളത്, പ്രാർത്ഥന എന്നുള്ളത് അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഖൈറായിട്ടുള്ള സംസാരം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല, നീ ഏകനാണ്. ലഹുൽ ഹംദു ലകൽ, നിനക്കാണ് സർവസ്തുതിയും സകല ആധിപത്യവും അത് നിന്റെ പക്കലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നിങ്ങനെ നിരന്തരമായി അറഫയിൽ വെച്ച് പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് ഹജ്ജിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നിമിഷമാകട്ടെ, ഏതൊരു നിമിഷത്തിലാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം വിളിച്ചാരാധിക്കുക, തൗഹീദ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ അതിനുള്ളതാണ് ഏറ്റവും പ്രധാനമായും നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇതാ അവർ കൽപ്പിക്കപ്പെട്ടത് എന്താണ്? ഇഖ്ലാസോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യണം. അതാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദാരിയാത്തിലൂടെ അല്ലാഹു പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരെ ആകട്ടെ ജിന്ന് വർഗത്തെ ആകട്ടെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് തൗഹീദാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. തൗഹീദിന് വേണ്ടിയിട്ടാണ് നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് സകല പ്രവാചകന്മാരും നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഹജ്ജും തൗഹീദും തമ്മിലുള്ള ബന്ധം. തൗഹീദാണ് സഹോദരങ്ങളെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ഇബാദത്തിലായിക്കൊണ്ടിരിക്കുന്ന ഹാജിമാർക്ക് വേണ്ടി നാം നിരന്തരമായി ദുആ ചെയ്യണം. അവർക്കുള്ള ഹജ്ജ്, അവരുടെ ഹജ്ജ് അത് എളുപ്പമാക്കി കൊടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം ദുആ ചെയ്യുക. وفقنا الله وإياكم وأقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അഥവാ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ ഈ 10 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പരമാവധി അടുക്കാൻ ഈ ദിവസങ്ങളിൽ നാം പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി തൗഫീഖിനെ ചോദിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വരുന്ന ദിവസങ്ങളിൽ അറഫ എന്ന മഹത്തരമായ ഒരു ദിവസം വരാനുണ്ട്, യൗമു അറഫ. ഹാജിമാർ അറഫയിലായിരിക്കുന്ന ആ ഒരു സന്ദർഭം സഹോദര, നാം ഓരോരുത്തരും ഇബാദത്തുകളിൽ മുഴുകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി ദുആയിൽ ഏർപ്പെടണം. നോമ്പ് അത് നമ്മുടെ ജീവിതത്തിലേക്ക്, അതല്ലെങ്കിൽ നോമ്പ് നാം അനുഷ്ഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കപ്പെടുകയുണ്ടായി, അറഅയ്ത സിയാമ അറഫ. അല്ലാഹുവിന്റെ റസൂലെ, അറഫ ദിനത്തിലെ നോമ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അഹ്തസിബു ഇൻദല്ലാഹി അൻ യുകഫിറ അസ്സനതൽ മാദിയ വൽ ബാഖിയ. ദാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുത്തു നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആ ഒരു ദിനം നാം നോമ്പനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. ഈ വരുന്ന ദിവസങ്ങൾ പരമാവധി ഇബാദത്തുകളിൽ ഏർപ്പെടുക. അതോടൊപ്പം അറഫ ദിനം അത് പരമാവധി നല്ല രൂപത്തിൽ അതിനേക്കാൾ, അഥവാ ഈ ദിനങ്ങളെക്കാൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപകാരം എടുക്കാൻ നാം ശ്രദ്ധിക്കുക.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നേരത്തെ നാം സൂചിപ്പിച്ച ഹദീസ് പോലെ ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ പ്രാർത്ഥന എന്നുള്ളത് അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ശേഷം അവിടുന്ന് പഠിപ്പിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. സഹോദരങ്ങളെ, തൗഹീദിലായിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശറആക്കിയ രൂപത്തിൽ അവിടുന്ന് എങ്ങനെയാണോ അല്ലാഹുവിനെ ആരാധിക്കാൻ പഠിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഫഖന അല്ലാഹു വഇയ്യാക്കും. اللهم أمتنا على الإسلام والإيمان، اللهم أمتنا على الإسلام والإيمان يا رب العالمين، اللهم أمتنا على الإسلام والإيمان والتوحيد. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كلها ولا تكلنا إلى أنفسنا طرفة عيوننا يا رب العالمين. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كلها ولا تكلنا إلى أنفسنا طرفة عيننا يا رب العالمين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم احفظ بلاد المسلمين يا رب العالمين، اللهم احفظ بلاد المسلمين يا رب العالمين. اللهم احفظهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم عليك بالمشركين ومن عاونهم وناصرهم، اللهم عليك باليهود ومن عاونهم وناصرهم يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على رسول الله وعلى آله وصحبه أجمعين.